ബിഗ് ബോസ് ഹൗസിലെ തർക്കം അതിരുവിട്ടതോടെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് കുഴഞ്ഞു വീണു. കിണച്ചിലെ തർക്കത്തിൽ ഷാനവാസും നെവിനും നേർക്കുനേർ വന്നപ്പോഴാണ് സംഭവം നടന്നിരുന്നത്. ഷാനവാസും നെവിനും പാൽ ബോക്സ് പിടിച്ചു വലിച്ച സംഭവത്തിന് പിന്നാലെയാണ് തർക്കം വന്ന ഷാനവാസ് മറ്റു മത്സരാർത്ഥികളുടെ സഹായം തേടിയത്. എന്നാൽ ഈ സമയം ഇത് ഷാനവാസിന്റെ ഡ്രാമയും ഓവർ ആക്ടിവുമാണെന്ന് അക്ബറും നെവിനും ആര്യനെല്ലാം പറഞ്ഞത്. നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. വൈദ്യസഹായം ലഭ്യമാക്കി ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു. സമയവും 3 ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് ഉണ്ടായത്. ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ ആക്കിയതിന് പിന്നാലെ മറ്റു മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി നെവിന് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നെവിനെ ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബിഗ് ബോസ് പറഞ്ഞ് ഇങ്ങനെയാണ്: നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല. ഇത് നെവിന് അവസാന വാണിംഗ് ആണെന്ന്. ഇനി ആർക്കെങ്കിലും ശാരീരികമായി അറ്റാക്ക് ഉണ്ടായാൽ നെവിൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്നും നെവിൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണെന്നും സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താകുന്നതും വ്യത്യസ്തമാണ്. ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണമോ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഫിനാലെ കാണില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. കിണച്ചിൽ പാത്രം കഴുകിയതുമായി ബന്ധപ്പെട്ടു വന്ന തർക്കമാണ് ഒടുവിൽ കൈവിട്ട കളിയിലേക്ക് കലാശിച്ചത്. കഴിഞ്ഞ ദിവസം അനുമോളിൻ്റെ ബെഡിൽ നവീൻ പാത്രത്തിൽ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ചതും വലിയ പ്രശ്നമായിരുന്നു. രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രം ഭക്ഷണം നൽകിയുള്ളൂ എന്ന് നൂറയ്ക്ക് നേരെ അക്ബർ പറഞ്ഞതും ഹൗസിൽ വലിയ പ്രശ്നങ്ങൾക്കിടയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.